ഒരിക്കൽ ഇമാം മാലിക് റളിയല്ലാഹുവിനോട് ഒരു വ്യക്തി 40 ചോദ്യങ്ങൾ ചോദിച്ചു എന്ന 40 ചോദ്യങ്ങളിൽ 32 ചോദ്യങ്ങൾക്കും ഇമാം മാലിക് റളിയല്ലാഹുവിന് മറുപടി ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ എന്ന. ഇമാം മാലിക് 23-ാമത്തെ വയസ്സിൽ തന്നെ ഫത്വ നൽകാൻ തുടങ്ങിയതാണ്. അതിനു മുമ്പും ഫത്വ നൽകാൻ തുടങ്ങി എന്നഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. ഏതായാലും അത്രയ്ക്ക് പ്രഗത്ഭനായ ഒരു പണ്ഡിതനോട് 40 മസ്അലകൾ 40 പ്രശ്നങ്ങൾ ചോദിച്ചപ്പോ ആ 40-ൽ 32 ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ലാ അദ്രി എന്ന, എനിക്കറിഞ്ഞുകൂടാ. വേറൊരാൾ 1 മാസം യാത്ര ചെയ്ത് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ചോദിച്ചു, 1 മാസം യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എന്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ചൊന്നുമല്ല ഞാൻ വന്നത്. എന്റെ നാട്ടുകാർ ലോകം കണ്ട പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ ഒരാൾ എന്ന നിലക്കാണ് എന്നെ താങ്കളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളുടെ മറുപടിയോ എനിക്കറിഞ്ഞുകൂടാ എന്ന് ഞാൻ എന്താ എന്റെ നാട്ടുകാരോട് പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എന്റെ നാട്ടുകാരോട് പറയണം, ഇമാം മാലിക്കിന് ആ ചോദ്യത്തിന്റെ മറുപടി അറിഞ്ഞുകൂടാ. അതാണ് വൈജ്ഞാനികമായ സത്യസന്ധത. ആ വൈജ്ഞാനികമായ സത്യസന്ധത പണ്ഡിതന്മാർക്ക് മാത്രമല്ല പാമരന്മാർക്കും ഉണ്ടായിരിക്കണം. അതൊരു ഖുർആനിക നിലപാടാണ്. കൃത്യമായി, വ്യക്തമായി, പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെന്ന് പറയാനുള്ള ധൈര്യം അത് ജ്ഞാനമാണ്, അറിവാണ്, വിനയമാണ്. അതാ ഖുർആൻ പറഞ്ഞത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിനക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകരുത്. നിശ്ചയം കണ്ണും കാതും ഹൃദയവുമെല്ലാം എല്ലാറ്റിനെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അറിയാത്ത കാര്യങ്ങൾ പൂർണ്ണമായും 100% അറിയാത്ത കാര്യങ്ങൾ പറയാത്ത ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് 99% ആ വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടാവാം, എന്നിട്ട് തന്നെയാണ് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത്.